നമസ്കാരം. അജിത് ടാരോട്ട് ഗൈഡൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. ഒരു പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാത്തത്. അതിന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം ഞാൻ പറയുന്നു, വ്യൂവേഴ്സിനോട് അതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടാൻ പറ്റാതിരുന്ന വീഡിയോ. ഇനി എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെയും കറണ്ട് എനർജി നോക്കാം നമുക്ക്. ഇതിപ്പോൾ എപ്പോഴാണ് കാണുന്നത് നിങ്ങൾ അപ്പം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവും. ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണല്ലോ. അത് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കൂ കേട്ടോ. ഇത് നിങ്ങളുടെ എനർജിയാണ്. ഇത് നിങ്ങളുടെ ആരെയാണോ വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ എനർജി. ഇത് ഡിവൈൻ്റെ ഗൈഡൻസാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് കാർഡാണ്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു നേച്ചർ ആർക്കാന കാർഡാണ്. നിങ്ങളുടെ എന്ന് പറയുന്നത് 4 ഓഫ് കപ്പാണ്. നിങ്ങളെ ഒരു നിരാശ ബാധിച്ചിരിക്കുന്നത്, നിങ്ങളെ എന്തോ റിലേഷൻഷിപ്പിലോ എന്തോ ഒരു ചതി പറ്റിയിട്ടാണ് നിങ്ങൾ വിചാരിച്ച കാര്യമെല്ലാം നടന്നത്. അത് കാരണം നിങ്ങളിതൊരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാരണം 3 കപ്പ് ഇവിടെ ഉണ്ട്. 1 കപ്പ് അവിടെ നിന്ന് കിട്ടി. നിങ്ങൾ അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാവും. നിങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഒന്ന് നിരാശയിലിരിക്കുകയാണ്. ആ ഇമോഷനിൽ നിങ്ങൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട്. അതായിരിക്കാം നിങ്ങളങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇതെന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെയൊക്കെ കാർഡാണ്. റൂട്ട് ചക്രയുടെ സെക്യൂരിറ്റി, മണി, ഹെൽത്തിൻ്റെയൊക്കെയാണ്. അവരിപ്പോൾ പുതിയൊരു സമ്പാദനത്തിൻ്റെ ഒരു ഇത് ശ്രമിക്കുന്നു, പുതിയതായിട്ട് സമ്പാദിക്കാൻ. പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ മണിയുടെയും പിന്നെ എർത്തിൻ്റെ ഒന്നുകിൽ പുതിയ ഒരു ജോലിയുടെ കരിയറിൻ്റെ എന്തെങ്കിലും അതൊന്ന് പുതിയതായിട്ടൊന്ന് തുടങ്ങാം. മീൻസ് രണ്ടാമത്തെ വട്ടം. ആദ്യത്തെ കഴിഞ്ഞു, നൈറ്റ് പറയുമ്പോൾ അതാണ് 2ാം ഘട്ടം. അത് അവരുടെ പരിണാമം അതെല്ലാം കഴിഞ്ഞ് അടുത്ത 2ാം ഘട്ടം പുതിയതായിട്ടുള്ള റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരിതാണ്. ഡിവൈൻ ഗൈഡൻസ് ദ ടവറാണ്. നിങ്ങളൊരു ടവർ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു പതനത്തിൻ്റെ കാർഡാണ് ടവർ എന്ന് പറഞ്ഞാൽ. കാരണം അത് ഡിവൈൻ്റെ കാർഡ് തന്നെയാണ്, മേജർ ആർക്കാന കാർഡാണ്. ഇത് ഈ ഒരു പതനം സംഭവിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ്റെ തീരുമാനമാണ് ഇങ്ങനെയൊരു സംഭവിക്കണം എന്നുള്ളത്. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ ഒരു സംഭവിക്കണം എന്നുള്ളത് ഇതാണ് ഡിവൈൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് അടുത്തത് ഹെർമിറ്റ് കാർഡ് വന്നിരിക്കുന്നത് ഒരു സത്യാന്വേഷണത്തിൻ്റെ ഒരു പാതയിലാണ്. അപ്പോൾ ഇതിലെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യാന്വേഷണം നടത്താനാണ് പറഞ്ഞത്. അടുത്തത് ഇതാ കണ്ടോ, 8 ഓഫ് സോഡാണ്. അതും കണ്ണുകെട്ടിയിരിക്കുന്ന അവസ്ഥ.